Friends, welcome back to my channel Tasty Kitchen. ഞാൻ ഇന്ന് ഇവിടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഡിഷ് അല്ല. ഞാൻ ഇന്ന് ഇവിടെ ഒരു സ്പൈസ് ആണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഒറിഗാനോ. നമ്മൾ പുറത്തൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ പിസ്സ വാങ്ങി കഴിക്കാറുണ്ട്. പ്രത്യേകിച്ച് ഡൊമിനോസിൽ നിന്നൊക്കെ പിസ്സ വാങ്ങി കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒരു പാക്കറ്റ് കിട്ടും, ഒരു ഇറ്റാലിയൻ സ്പൈസ്. അത് നമ്മൾ ഹോം മെയ്ഡായിട്ട് നമ്മളെ വീട്ടിൽ എങ്ങനെ പ്രിപ്പയർ ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ വീട്ടിലൊക്കെ മിക്കുള്ളവരും പിസ്സ തയ്യാറാക്കും, പാസ്ത ഉണ്ടാക്കും, നൂഡിൽസ് ഉണ്ടാക്കും. അപ്പോൾ ഇതിൻ്റെ കൂടെയൊക്കെ ചേർത്ത് കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു സ്പൈസാണ്. ഇത് എങ്ങനെ നമ്മുടെ വീട്ടിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാം എന്നുള്ളത് ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. അത് നമുക്ക് കാണാം, എല്ലാവരും കാണണം. നമ്മൾ സ്പൈസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് മെയിനായിട്ട് നമുക്കിതിൽ വേണ്ടുന്നത് നമ്മുടെ ഞവരയില. അതായത് നമ്മൾ പല പേരിൽ ഇത് അറിയപ്പെടും. ഇത് പനിക്കൂർക്കയില എന്നറിയപ്പെടും. എല്ലാവരുടെ വീട്ടിലുള്ള ഇലയാണ് പനിക്കൂർക്കയില, അല്ലെങ്കിൽ ഞവരയില, പല പേരിൽ അറിയപ്പെടുന്ന ഇലയാണ്. നമ്മൾ കുട്ടികളൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ തീർച്ചയായിട്ടും കാണും. പനിക്ക്, ജലദോഷത്തിന്, കഫക്കെട്ടിന് ഇതൊക്കെ നല്ലൊരു ഔഷധം കൂടിയാണ് ഈ ഇല. അപ്പോൾ ഇതിനകത്തെ മെയിൻ ഇൻഗ്രീഡിയൻസ് തന്നെ ഈ ഒരു ഇലയാണ്. ഇനി അടുത്ത നമുക്ക് ആവശ്യമുള്ളത് തുളസി ഇലയാണ്. തുളസി ഇല, നല്ല കൃഷ്ണ തുളസിയുടെ ഇലയാണ് ഏറ്റവും ബെറ്റർ. നമ്മൾ വീട്ടിലുള്ള തുളസി ഇല എടുക്കുക. കൃഷ്ണ തുളസിയുടെ ഇല ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. പിന്നെ നമുക്ക് ആവശ്യം വെളുത്തുള്ളി. പിന്നെ നമുക്ക് ചില്ലി ഫ്ലേക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറ്റിൽമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുരുമുളക്. നമുക്കിനി ഇതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് കഴുകിയെടുത്ത് വെയിലത്ത് നന്നായിട്ട് ഇതൊന്ന് ഉണക്കിയെടുക്കണം. ഇത് നല്ലപോലെ നമുക്ക് ഉണങ്ങി കിട്ടണം. നമുക്കിനി ഇതൊന്ന് കഴുകി ഉണങ്ങാം. ഞാനിവിടെ പനിക്കൂർക്കയില ഇതുപോലെ ഇതളുകളാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് നന്നായിട്ട് കഴുകി എടുക്കാം. നമുക്ക് നമ്മുടെ തുളസി ഇലയും ഇതുപോലെ ഇതളുകളാക്കി എടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ചില്ലി ഫ്ലേക്സ് ഉണ്ടാക്കാനുള്ള മുളക് കൂടി നമ്മൾ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. നമ്മൾ കഴുകിയെടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ ഈ തണ്ടങ്ങെടുത്ത് കളയുക. തണ്ടോടെ വെച്ച് കഴുകിയില്ലെങ്കിൽ ഇതിനകത്ത് വെള്ളം കയറാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ തണ്ട് വെച്ചിട്ട് തന്നെ കഴുകിയെടുത്തത്. കുരുമുളക് നമ്മൾ ഓൾറെഡി കഴുകി ഉണക്കി വെച്ചിരിക്കുന്നതാണ്. നല്ല സ്പൈസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിത് ഒന്നും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് കഴുകി വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കുകയാണ്. ഇതുപോലെ പാത്രത്തിൽ വെച്ച് നമുക്കെല്ലാം വെയിലത്ത് വെച്ച് നന്നായിട്ടൊന്ന് ഉണക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ ഒറിഗാനോ ഉണ്ടാക്കാനുള്ള സാധനങ്ങളെല്ലാം നമ്മൾ 2 ദിവസം വെച്ച് നല്ലപോലെ ഉണക്കി എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളിയെല്ലാം ഇതുപോലെ നല്ലപോലെ ഉണങ്ങി കിട്ടണം. നല്ല സൗണ്ട് കേൾക്കുന്നുണ്ടോ? നല്ലപോലെ ഇതുപോലെ നമ്മൾ കയ്യിൽ വെച്ച് ഇങ്ങനെ ഒടിക്കുമ്പോൾ ഇതുപോലെ ഒടിഞ്ഞ് കിട്ടണം. അതുപോലെ നല്ലപോലെ ഉണങ്ങിയെടുക്കണം. അതുപോലെ എൻ്റെ തുളസി ഇല നമ്മളെല്ലാം നല്ലപോലെ നമ്മൾ എടുക്കുമ്പോൾ ഒരു സൗണ്ട് കേൾക്കുന്നു. നമ്മളുടെ കൈ വെച്ച് പൊടിച്ചാൽ പൊടിഞ്ഞ് വരത്തക്ക രീതി നല്ലപോലെ ഉണക്കിയെടുക്കണം. ഞവരയിലെ നമ്മളിങ്ങനെ എടുത്ത് പൊടിച്ച് നല്ലപോലെ പൊടിഞ്ഞ് കിട്ടണം. അതുപോലെ നമ്മൾ ഉണക്കിയെടുക്കുക. നമ്മൾ കുരുമുളകും മുളകും എല്ലാം നല്ലപോലെ ഉണക്കിയെടുത്തിട്ട് മുളകെല്ലാം നമ്മളിങ്ങനെ ഒടിക്കുമ്പോൾ 2ആയിട്ട് നല്ലപോലെ ഒടിഞ്ഞ് കിട്ടണം. അതുപോലെ ഉണക്കിയെടുക്കുക. നമുക്കിനി ആദ്യമായിട്ട് ചില്ലി ഫ്ലെക്സ് ആണ് എടുക്കാനുള്ളത്.
നമുക്ക് ആദ്യം ഈ മുളകൊന്ന് പൊടിച്ച് നമുക്കിത് ചില്ലി ഫ്ലെക്സ് ആയിട്ട് എടുക്കാം. നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇത് മുളക് ഇട്ട് കൊടുക്കാം. മുളക് നമുക്ക് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഇത് പൊടിഞ്ഞ് കിട്ടണ്ട. നമുക്കിത് നമ്മൾ ക്രഷ് ചെയ്ത് നമ്മൾ ചില്ലി ഫ്ലെക്സാണ് എടുക്കുന്നത്. അപ്പം നമ്മളിതിങ്ങനെ നമുക്കിത് പൊടിയായിട്ട് കിട്ടണ്ട. നമുക്കിതൊന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി. അപ്പം നമ്മളിത് നമുക്കിതൊന്ന് ക്രഷ് ചെയ്ത് ചില്ലി ഫ്ലെക്സ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ ഒറിഗാനോ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു 2 സ്പൂണ് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുകയാണ്. 2 സ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു സ്പൂണ് വെളുത്തുള്ളി ഉണങ്ങിയ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് നമ്മളിപ്പോൾ 1 സ്പൂണാണ് ചില്ലി ഫ്ലേക്സ് എടുക്കുന്നതെങ്കിൽ നമുക്ക് 1/2 സ്പൂണ് വെളുത്തുള്ളി എടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ 2 സ്പൂണ് ചില്ലി ഫ്ലേക്സ് എടുത്തിട്ടുള്ളത് കൊണ്ട് ഞാൻ 1 സ്പൂണ് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 സ്പൂണ് കുരുമുളക് ചേർത്ത് കൊടുക്കാം. 1 സ്പൂണ്, 2 സ്പൂൺ ചില്ലി ഫ്ലേക്സ്, 1 സ്പൂൺ വെളുത്തുള്ളി ഉണങ്ങിയത്, 1 സ്പൂൺ കുരുമുളക്. ഇനി നമുക്കിതിലേക്ക് വേണ്ടുന്നത് നമ്മൾ ഉണങ്ങി വെച്ചിരിക്കുന്ന തുളസി ഇലയാണ്, കൃഷ്ണ തുളസിയുടെ ഇലയാണ്. അപ്പം നമുക്കിത് ഒരു പിടിയുണ്ട്. നമുക്കിത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അടുത്തത് ഇതാണ് നമ്മളെ പ്രധാന ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. ഈ ഞവരയില ഉണങ്ങിയതാണ്, പനിക്കൂർക്കയില എന്ന് പറയും. എല്ലാ സ്ഥലത്തും പല പേരിൽ അറിയപ്പെടുന്നതാണ്. ഇത് നമ്മളിവിടെ എല്ലാം ഞവരയില എന്നാണ് പറയുന്നത്, പനിക്കൂർക്കയില എന്നും പറയും. അപ്പോൾ നമുക്ക് ഇത് തുളസി ഇല ഇപ്പോൾ ഞാനൊരു പിടി എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ തുളസി ഇലയുടെ ഇരട്ടി ഇട്ട് കൊടുക്കണം ഈ ഞവരയില. അപ്പം നമുക്കിതിൻ്റെ ഇരട്ടി ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാനവിടെ 1 പിടി എടുത്ത് 2 പിടി വേണം ഞവരയില ഇട്ട് കൊടുക്കാൻ. 2 പിടി ഇട്ട് കൊടുക്കുക. ഇതെല്ലാം നമ്മളതെങ്കിലും ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതെല്ലാം ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. അധികം പൊടിയാൻ പാടില്ല. നമുക്കിതൊരു തരിതരിപ്പുള്ള ഒരു പൊടിയായിട്ട് വേണം ഇത് കിട്ടാൻ. നമുക്കിതൊന്ന് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കും. ഒറിഗാനോ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ഒരു മണമാണ്. നമ്മൾ പിസ്സയൊക്കെ വാങ്ങിച്ചിട്ട് അതിൻ്റെ പാക്കറ്റ് ഇങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ കിട്ടുന്നൊരു മണം ഉണ്ടല്ലോ, ആ സൂപ്പർ മണമാണ് നമുക്ക് ഈ പൊടിച്ചെടുത്തപ്പോൾ കിട്ടിയിരിക്കുന്നത്. അടിപൊളി മണം. നമ്മളിത് എടുത്ത് നമ്മളെ വീട്ടിൽ പിസ്സ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ചേർക്കാം. പാസ്ത ഉണ്ടാക്കുമ്പോൾ ഇത് ഈ പൊടി യൂസ് ചെയ്യാം. കുട്ടികൾക്ക് നൂഡിൽസ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഈ പൊടി അത് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഇത് പിസ്സയ്ക്കും നൂഡിൽസിനും മാത്രമല്ല, നമുക്ക് പനിയോ കഫക്കെട്ടോ ചുമയോ ഒക്കെ ഉള്ളപ്പോൾ നമ്മൾ ചുക്ക് കാപ്പി ഇടത്തില്ലയോ. അപ്പോൾ ചുക്ക് കാപ്പി ഇടുമ്പോൾ നമ്മൾ ഇത് 1 സ്പൂൺ അതിൽ ചേർത്ത് കാപ്പി ആയിട്ട് ഇട്ട് കുടിച്ചാലും വളരെ ഗുണമാണ്. കാരണം നമ്മളെ ഞവരയില എന്ന് പറയുന്ന തുളസിയിലയൊക്കെ നമുക്ക് ചുമയ്ക്കും കഫത്തിനൊക്കെ ഏറ്റവും നല്ല ഔഷധമാണ്. ഇതിൽ കുരുമുളകും ഞവരയിലയും തുളസിയിലയും എല്ലാം അടങ്ങിയിരിക്കുന്നുണ്ട്. ശരിക്കും നല്ലൊരു ഔഷധം കൂടിയാണിത്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും. ഇത് നമ്മൾ അധികമൊന്നും ഇത് പൊടിച്ചിട്ടില്ല. നല്ല തീരെ അങ്ങ് പൊടിക്കരുത്. കണ്ടോ, ഇതുപോലൊരു തരിതരി പോലെ കിടക്കണം. കണ്ടോ, ഇതേപോലെ തരിതരി പോലെ കിടക്കണം. തീരെ അതൊരു പൗഡർ ആക്കരുത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഇത് നമ്മളൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ടിന്നിലിട്ട് നമ്മൾ അടച്ചു വെച്ചിരുന്നാൽ നമുക്ക് എത്ര നാൾ വേണമെങ്കിലും ഇത് യൂസ് ചെയ്യാം. ഇത് കേടാവത്തില്ല. നമ്മളെല്ലാം നല്ല പോലെ ഉണങ്ങി പൊടിച്ചെടുത്തതാണ്. അപ്പോൾ ഇത് എത്ര നാളിരുന്നാലും ഇത് ചീത്തയാവത്തില്ല. അപ്പം നമ്മളിത് നല്ലൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള ബോട്ടിലിട്ട് അടച്ചു വെച്ചിട്ട് നമുക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം യൂസ് ചെയ്താൽ മതി. ഇതിൻ്റെ മണമൊന്നും പോകാത്ത രീതിയിൽ നമ്മൾ കുറേശ്ശെ പൊടിച്ചെടുത്താൽ മതി. നമ്മളിതുപോലെ എല്ലാം ഉണക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സമയങ്ങളിൽ മാത്രം നമുക്കിതുപോലെ പൊടിച്ചെടുക്കാം. അപ്പം നമ്മൾ എപ്പോഴും ഒന്നും വീട്ടിൽ പിസ്സയും പാസ്തയും ഒന്നും ഉണ്ടാക്കുന്നില്ലല്ലോ. ഇത് വല്ലപ്പോഴൊക്കെ നമ്മൾ ഉണ്ടാക്കത്തുള്ളൂ. അപ്പോൾ ആ സമയത്ത് നമുക്കിത് യൂസ് ചെയ്യാം. അതുകൊണ്ട് കുറേശ്ശെ പൊടിച്ച് വെച്ചിരുന്നാൽ മതി. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. അടിപൊളി ഒരു സ്പൈസാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.